കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിൽ വീണ ജോർജിന് പരിക്ക്. കഴുത്തിലും കൈക്കും പരിക്കേറ്റ മന്ത്രി ജില്ലാ ആശുപത്രിയിൽ. അപലപിച്ച് CPM. വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമെന്ന് മുഖ്യമന്ത്രി. പ്രതിഷേധക്കാർ മന്ത്രിയുടെ ദേഹത്ത് തൊട്ടിട്ടില്ലെന്ന് കോൺഗ്രസ്. മന്ത്രിക്കെതിരെ പെരിങ്ങോത്ത് കരിങ്കൊടി കാണിച്ച യൂത്ത് ലീഗ് നേതാവിന് മർദ്ദനം. ജീവനക്കാരുടെ ഡാറ്റാ ചോർച്ചയിൽ രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്പാർക്കിന് അയച്ച കത്ത് പുറത്ത്. ജീവനക്കാരുടെ പേരും പ്രായവും ബൂത്തുമടക്കം കൈമാറണമെന്ന ആവശ്യം. ചോർന്നത് 1 കോടിയിലേറെ പേരുടെ വിവരമെന്ന് സൂചന. PSC പ്രായപരിധി കൂട്ടിയതുൾപ്പെടെ സർക്കാരിന്റേത് ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളെന്ന് VD സതീഷ്. ഓർത്തഡോക്സ് NSS ആസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തി രമേശ് ചെന്നിത്തല. കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. സഭയുടെ ആശങ്കകൾ പങ്കുവച്ചെന്ന് ചെന്നിത്തല. പെരുന്നാമന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. NSSുമായി അകൽച്ചയില്ലെന്ന് ചെന്നിത്തല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചതിൽ അഭിനന്ദിച്ച ഓർത്തഡോക്സ് സഭ. പൂർണ്ണമായും നടപ്പാക്കണമെന്നും ആവശ്യം. തിരുവനന്തപുരം ജില്ലയിൽ CPMന്റെ സിറ്റിംഗ് MLAമാർ എല്ലാവരും മത്സരിക്കും. ജില്ലാ സെക്രട്ടറി V. ജോയി വർക്കലയിൽ വീണ്ടും ജനവിധി തേടും. തിരുവനന്തപുരം സെൻട്രൽ, കോവളം മണ്ഡലങ്ങൾ CPM ഏറ്റെടുത്തേക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി വൈകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. സ്ഥലം കണ്ടെത്തുന്ന കാര്യത്തിൽ മറുപടി നൽകാൻ 2 ആഴ്ച കൂടി സമയം നൽകി. സാധ്യതാ പഠനം നടത്തി നിലപാട് അറിയിക്കാൻ നിർദ്ദേശം. T20 ലോകകപ്പിൽ സൂപ്പർ 8-ൽ ഇന്ന് ശ്രീലങ്ക ന്യൂസിലൻഡ് പോരാട്ടം. മത്സരം 7 മണി മുതൽ കൊളംബോയിൽ. ശ്രീലങ്കയ്ക്ക് നിർണായകം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് KSU ആക്രമണത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്ക്. കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ എത്തിയതായിരുന്നു KSU പ്രവർത്തകർ. പ്രതിഷേധം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി. നേരത്തെ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നതിനിടെ യൂത്ത് ലീഗ് നേതാവിന് മർദ്ദനമേറ്റിരുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, വലിയ പ്രതിഷേധമാണ് കണ്ടത്. കയ്യാങ്കളിയിൽ കലാശിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നില എങ്ങനെയുണ്ട്? തൃപ്തികരമാണോ? ഒപ്പം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് CPM ഒരുങ്ങുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ജോർജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമത്തിൽ കൈക്കും അതുപോലെ തന്നെ കഴുത്തിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. കഴുക്കിനേറ്റ പരിക്ക് കൈക്കേറ്റ പരിക്ക് സാരമുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CM ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. ഇപ്പോഴും ICUവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ചികിത്സയിൽ തുടരുന്നത്. ഇന്ന് 3:30 കൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം, പിന്നെ അതിനുശേഷം ആക്രമണമുണ്ടായത്. ഈ കണ്ണൂർ ജില്ലയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിയതായിരുന്നു മന്ത്രി വീണ ജോർജ്. രാവിലെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം, അതിനുശേഷം പെരിങ്ങോത്ത് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം, അതിനുശേഷം പുഴാതി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്ഘാടന ചടങ്ങുകൾ. ഇതിനുശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങാനുള്ള ഒരു യാത്രയിലായിരുന്നു മന്ത്രി വീണ ജോർജ് ഉണ്ടായിരുന്നത്. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ BJP പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി എത്തി. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഈ കരിങ്കൊടി കാണിക്കുന്നതിനിടെ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാകുകയും മന്ത്രി വീണ ജോർജിന് പരിക്കേൽക്കുകയുമായിരുന്നു. കഴുത്തിനും അതുപോലെ തന്നെ കൈക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഉടൻ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തുടനീളവും കാണാൻ കഴിയുന്നത്. CPM ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള KK രാഗേഷ് ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി വീണ ജോർജിനെ സന്ദർശിക്കുകയും ഇതിനെതിരെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരമൊരു ഒരു വനിതാ മന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്നത് ആദ്യമാണ്. ഇത് VD സതീശന്റെ അറിവോടുകൂടി നടന്നിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ KK രാഗേഷ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ നടത്തുവാനും KK രാഗേഷ് ആഹ്വാനം ചെയ്തു. അതിനുശേഷം P. ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഒരു കാര്യം ഇതാണ്. അതായത് ജനങ്ങൾ പ്രതിരോധം തീർക്കും. ഈ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ
സർക്കാരിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായാണ് UDF സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്. മന്ത്രിയെ റീത്ത് വെക്കുക, അതിനുശേഷം മന്ത്രിയെ വഴിയിൽ തടയുക, കരിങ്കൊടി കാണിക്കുക എന്നുള്ളതെല്ലാം ജനാധിപത്യത്തിൽ തീർത്തും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അതായത് ഈ പ്രതിഷേധങ്ങൾ അതിരുവിട്ടു പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനമെങ്കിൽ അതിനെ എത്തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അറിയാമെന്നും പി ജയരാജൻ പറഞ്ഞു. അതിനുശേഷം പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ, അതുപോലെ തന്നെ മഹിളാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചു. KK ശൈലജ ടീച്ചറും ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസ്താവനകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. സുധാകരനാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. സുധാകരൻ വ്യക്തമാക്കിയ ഒരു കാര്യം, അതായത് വീണ ജോർജ് മികച്ചൊരു അഭിനേത്രിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആക്രമണത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടില്ല. ഇത് കലാപം അഴിച്ചുവിടാനുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് സുധാകരൻ MP ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്. അതേ പ്രതികരണം തന്നെയാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും പറഞ്ഞത്. അതായത് കലാപാഹ്വാനത്തിനുള്ള ഒരു ശ്രമമാണ്. തെരഞ്ഞെടുപ്പിൽ തോൽവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് CPM നടത്തുന്നതെന്നാണ് പ്രധാനമായും മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ ജില്ലയിൽ ആകെ മൊത്തം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മന്ത്രി വീണ ജോർജിന് സംരക്ഷണം ഒരുക്കാൻ കൃത്യമായും പാർട്ടി അണികൾക്കറിയാം. അത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി ഈ CPM അല്ലെങ്കിൽ DYFI പുറത്തിറങ്ങുകയാണെങ്കിൽ VD സതീശന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. കൈകാലുകൾ തല്ലിയൊടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള ഭീഷണിയുടെ സന്ദേശവും ഇത്തരത്തിൽ DYFI നേതാക്കൾ ഉയർത്തി കഴിഞ്ഞിട്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും രാഷ്ട്രീയ ചർച്ചകളിലേക്കും സംഭവവികാസങ്ങളിലേക്കുമാണ് നയിക്കുന്നത്. എന്തായാലും നിലവിൽ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആദ്യം കണ്ട നേതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈക്കും കഴുത്തിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും നിലവിൽ ICUവിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മന്ത്രി ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. 3:30 വന്ദേ ഭാരത് ട്രെയിനിന് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ഈ അതിക്രമം നേരിട്ടത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടൗൺ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അശ്വതി. ജോസഫ്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമെന്നാണ് മുഖ്യമന്ത്രി ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടു. അതായത് KSU പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു, ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്നു. ഈ പ്രതിഷേധക്കാർക്ക് നേരെ ആരോഗ്യമന്ത്രി ആക്രോശിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആക്രോശമാണോ ഈ പ്രതിഷേധക്കാരെ പ്രകോപനത്തിൽ ആക്കിയത്? ഒപ്പം CPM പറയുന്ന കാര്യമുണ്ട്, ഒരു വനിതാ നേതാവിന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നേരിടേണ്ടി വരുന്നത്. ഒരു വനിതാ മന്ത്രിക്ക് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നത് എന്നതാണ് CPM പറഞ്ഞു വെക്കുന്നത്. അശ്വതി, ഇത്തരത്തിൽ മന്ത്രി വീണ ജോർജ് ഈ ദൃശ്യങ്ങളിൽ ആക്രോശിക്കുന്നതായി കാണാം. പക്ഷേ അത് വീണ ജോർജിന് നേരെ അതിക്രമം ഉണ്ടായതിനു ശേഷമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു പ്രതികരണമാണ് CPM നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തിയത്. അപ്പോഴവർ നടന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് തള്ളിക്കയറി വന്ന് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും കഴുത്തിന് അതുപോലെ തന്നെ കൈക്കും പിടിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇവർ ഈ പ്രതികരിച്ചതെന്നാണ്. ഈ സാഹചര്യത്തിലാണ് ഇവർ മന്ത്രി വീണ ജോർജ് ആക്രോശിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാവുന്നത്. മാത്രമല്ല, അതിനുശേഷം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മന്ത്രിക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയരുന്നത്. അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധം കൂടിയാക്കുകയാണ് CPM. എന്തായാലും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ഇറങ്ങാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ വിവിധ ടൌണുകളിൽ വിവിധ പോഷക സംഘടനകൾ, ബഹുജന പാർട്ടി സംഘടനകൾ എല്ലാം തന്നെ ഇതിനോടകം തന്നെ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി, പ്രതിഷേധ മാർച്ചുകൾ നടത്തി. ഇതിൽ പ്രധാനമായും പറഞ്ഞത് DYFI ഇത്തരത്തിൽ ഒരു കയ്യേറ്റം എന്ന നിലയിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ DYFIക്കും അതിലും നല്ല രീതിയിൽ പ്രതിഷേധം അറിയിക്കാൻ
നമുക്കറിയാം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് ഡിവൈഎഫ്ഐയും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഈ സംഭവത്തോടുകൂടി ഉടലെടുക്കുകയാണ്. മന്ത്രി വീണ ജോർജിന് ഇപ്പോൾ നല്ല രീതിയിലുള്ള പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അശ്വതി. ശരി, തീർച്ചയായും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് KSU ആക്രമണത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റിരിക്കുന്നു. കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ എത്തിയതായിരുന്നു KSU പ്രവർത്തകർ. പ്രതിഷേധം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. നേരത്തെ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നതിനിടെ യൂത്ത് ലീഗ് നേതാവിന് മർദ്ദനമേറ്റിരുന്നു. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും ജോസഫ് നൽകിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമെന്ന മുഖ്യമന്ത്രി. അവിടെ ഉണ്ടായത് എന്തെങ്കിലും പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത്. അത് എല്ലാ ഔദ്യോഗിക ഏജൻസികളും അംഗീകരിച്ചതാണ്. എന്നിട്ടും ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് അതിൽ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മന്ത്രിക്കെതിരെ ആക്രമണം നടത്തുന്നതിനെ രാഷ്ട്രീയമായിട്ടല്ല എന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിക്കെതിരെ ഇത്ര നിഷ്ഠൂരമായ കടന്നാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് യൂത്ത് കോൺഗ്രസും KSUവും ചേർന്ന് ആസൂത്രിതമായി ആക്രമണം നടത്തിയത്. കനകോലു സിദ്ധാന്തം അടിസ്ഥാനമാക്കി എന്തും ചെയ്യാമെന്ന മനോഭാവമാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് പിന്നിലെന്നും MV ഗോവിന്ദൻ കൊല്ലത്ത് പറഞ്ഞു. മന്ത്രിമാരായ വനിതാ നേതാക്കൾക്കെതിരായിട്ട് നടന്നിട്ടില്ല. ഇത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഒരു ഭാഗത്ത് BJPക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസും KSU ഉണ്ടായിരുന്നു. അവരാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്ന് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള അക്രമം സംഘടിപ്പിച്ചത്. ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. ആക്രമണം ആസൂത്രിതമാണെന്നും ശാരീരികമായി ആക്രമിക്കുന്നത് പ്രതിഷേധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശന്റെ നേതൃത്വത്തിലാണ് ഈ തോന്നിവാസത്തിന് ആളെ പറഞ്ഞുവിടുന്നത്. ആക്രമണത്തിൽ പങ്കെടുത്തവർ KSU പ്രവർത്തകരാണെന്ന് താൻ കരുതുന്നില്ല എന്നും വാടകയ്ക്കെടുത്ത ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള കറുത്ത പുള്ളികൾ നാടിനാപത്താണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ നിരന്തരമായി നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളുടെ തുടർച്ചയാണ്. വനിതാ മന്ത്രിക്ക് നേരെ എന്നല്ല, ഒരു മന്ത്രിമാർക്കായാലും ഏത് ജനാധിപത്യ സംവിധാനത്തായാലും ശാരീരികമായി ആക്രമിക്കുന്ന പ്രതിഷേധമല്ല. അതിന് പറയുന്നത് തീവ്രവാദ ആക്രമണമോ ഗുണ്ടായിസോ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ദിവസമല്ല, കഴിഞ്ഞ ദിവസം അവരുടെ വീട് കയറി ആക്രമിച്ചു. തിരുവനന്തപുരത്ത് അവരുടെ വീട്ടിൽ പോയി റീത്ത് വെച്ചു, പ്രതിഷേധം നടത്തി, ഇങ്ങനെ കാര്യം നടത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കേരളത്തിലെ മന്ത്രിമാരൊന്നും ഇസഡ് കാറ്റഗറി പിന്നെ അങ്ങനെ അല്ലെങ്കിൽ 10 ബ്ലാക്ക് കാറ്റുകളെ കൊണ്ടല്ല നടക്കുന്നത്. നമ്മളെല്ലാവരും വഴി കൂടെ നടക്കുന്നവരാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഈ പറഞ്ഞ ആളുകളെക്കാൾ ഒട്ടും മോശമല്ല. ഇത്തരം സംഗതികൾ വലിയ സമരം നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ മന്ത്രിക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത CPM മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം നടത്തും. ഇന്ന് തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വനിതാ, വിദ്യാർത്ഥി, യുവജന സംഘടനകൾ പ്രകടനങ്ങൾ നടത്തും. അക്രമത്തിനെതിരെ വലിയ രീതിയിൽ ജനവികാരമുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി കൊല്ലത്ത് പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനിതകളും യുവാക്കളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എല്ലാവരും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം, പ്രതിഷേധ പ്രവർത്തനങ്ങൾ, പരിപാടികൾ കേരളത്തിലുടനീളം നടത്തണം എന്നിപ്പോൾ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ രീതിയിലാണ് ജനങ്ങൾ ഈ കടന്നാക്രമത്തെ പ്രതിരോധം തീർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് വരുന്നത് എന്ന കാര്യവും വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. മന്ത്രി വീണ ജോർജ് കലോത്സവ കാലങ്ങളിലെ അഭിനയം ഇനിയും മറന്നിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. സംസ്ഥാന കലോത്സവത്തിൽ മോണോ ആക്ട് സമ്മാനം നേടിയ ആളാണ് വീണ ജോർജ്. പ്രതിഷേധക്കാർ ആരും മന്ത്രിയുടെ സമീപം പോയിട്ടില്ല. മന്ത്രിയാണ് പ്രകോപനമുണ്ടാക്കിയത്. നീയൊക്കെ ആരടാ എന്നാണ് മന്ത്രി ചോദിച്ചതെന്നും OJ ജനീഷ് തൃശൂരിൽ പറഞ്ഞു. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വീണ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഇപ്പോഴും സജീവമാണ്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും
കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് മാധ്യമപ്രവർത്തനത്തിന് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടും അന്നത്തെ വീണ കുര്യാക്കോസ് ഇന്നത്തെ വീണ ജോർജ് ഇപ്പോഴും അഭിനയം കൈവിട്ടു പോയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. അവിടെ ആ സമരത്തിൻ്റെ വിഷ്വലുകൾ നിങ്ങളുടെ തന്നെയായ മാധ്യമങ്ങളിൽ വന്ന വിഷ്വലുകൾ തന്നെയാണ് ഞങ്ങളെല്ലാം കണ്ടതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പ്രതിഷേധവുമായി കടന്നു വന്ന KSU പ്രവർത്തകർ ഒരാൾ പോലും മന്ത്രിയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടില്ല. പ്രതിഷേധവുമായി കടന്നു വന്ന വിരലിലെണ്ണാവുന്ന KSUക്കാരെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംഘം ചേർന്ന് പിടിച്ചു വെക്കുന്ന കാഴ്ച നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി വൈകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. സ്ഥലം കണ്ടെത്തുന്ന വിഷയത്തിൽ മറുപടി നൽകാൻ 2 ആഴ്ച കൂടി സമയം നൽകി. സാധ്യതാ പഠനം നടത്തി നിലപാട് അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചുവെന്ന് കേൾക്കുന്നത് സന്തോഷകരമെന്നും അതിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്നും ഓർത്തഡോക്സ് സഭാ മാധ്യമ വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് റിപ്പോർട്ട് ഭാഗികമായി നടപ്പാക്കുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടുകയും അതിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുകയും വേണം. ഈ സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുമോ എന്നത് സംശയമാണ്. റിപ്പോർട്ടിലെ ശുപാർശകൾ പലതും നടപ്പാക്കിയെന്ന് സർക്കാർ പറയുമ്പോഴും എന്താണ് നടപ്പിലാക്കിയതെന്നോ എന്താണ് ശുപാർശയെന്നോ വ്യക്തമല്ല. റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടാൽ മാത്രമേ എന്തൊക്കെയാണ് നടപ്പിലാക്കിയതെന്ന് വ്യക്തത വരൂ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രഖ്യാപനങ്ങൾ വരുന്നതിൽ ആളുകൾക്ക് ന്യായമായും സംശയം തോന്നുമെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് പറഞ്ഞു. ഇപ്പോഴും ഭാഗികമായിട്ട് മാത്രമാണ് പത്രത്തിലൂടെയൊക്കെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് സർക്കാരിനോട് ഉള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം തന്നെ ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടുകയും അതിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. പക്ഷെ അത് ഇനിയിപ്പോൾ എത്രമാത്രം അതിനുള്ള സമയമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് അത് നടക്കുമോ ഇല്ലെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം ഇങ്ങനെ കിടക്കുന്നു എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തും NSS ആസ്ഥാനത്തും സന്ദർശനം നടത്തി. ഓർത്തഡോക്സ് സഭയുമായും NSSുമായും വലിയ അടുപ്പമാണുള്ളതെന്നും സന്ദർശനങ്ങളിൽ രാഷ്ട്രീയമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തും NSS ആസ്ഥാനത്തും സന്ദർശനം നടത്തിയത്. രാവിലെ 8:30യോടെയാണ് രമേശ് ചെന്നിത്തല കോട്ടയത്തെ ദേവലോകത്തെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തെത്തിയത്. സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബയുമായും സഭയിലെ വിവിധ ബിഷപ്പുമാരുമായും ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ഓർത്തഡോക്സ് സഭയുമായി വലിയ ബന്ധമാണുള്ളതെന്നും കോട്ടയത്തെത്തുമ്പോൾ ദേവലോകത്ത് സന്ദർശനം നടത്തുന്നത് സാധാരണമാണെന്നും ചെന്നിത്തല പറഞ്ഞു. 10:15ഓടെയാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയത്. മനം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കണ്ട ശേഷമാണ് ചെന്നിത്തല മടങ്ങിയത്. ദേവലോകത്തും പെരുന്നയിലും സന്ദർശനം നടത്തിയത് പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പുതുയുഗ യാത്ര വിജയകരമായി മുന്നേറുന്നു എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കോൺഗ്രസും NSSുമായി ഒരു പ്രശ്നവുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പുതുയുഗ യാത്രയ്ക്ക് വൻപിച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ VD സതീശൻ നയിക്കുന്ന യാത്ര കേരളത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ 10 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരത്തിൻ്റെ വേലിയേറ്റമാണ് ഈ ജാഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ചെന്നിത്തല സമുദായ നേതൃത്വങ്ങളെ കാണുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് VD സതീശൻ കോട്ടയത്ത് പറഞ്ഞു. അതേസമയം സതീശൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെയാണ് തിരുവല്ലയിൽ ചെന്നിത്തല ഡേറ്റ ചോർത്തൽ വിവാദത്തിലെ നിർണായക രേഖ പുറത്തുവിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, കോട്ടയം. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ചോർത്തിയെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിലെ OSD സാംബശിവ റാവു സ്പാർക്കിന് കത്തയച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച രേഖ പുറത്തുവിട്ട് ചെന്നിത്തല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്നും ആരോപിച്ചു. സർക്കാർ ജീവനക്കാരുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിവിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചോർത്തിയെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ജീവനക്കാരുടെ പേര്, ഫോൺ നമ്പർ, ജോലി സംബന്ധമായ വിവരങ്ങൾ എന്നിവയടക്കം K-സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളിലാക്കി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവ റാവു ആണ് സ്പാർക്കിന് കത്തയച്ചത്. ഈ വിവരങ്ങൾ PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് സംബന്ധിച്ച് കത്തയച്ചത്. ഈ മാസം 12-നകം വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. ഇത് നഗ്നമായ ഡേറ്റ പ്രൈവസിയുടെ ലംഘനമാണ്. ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഈ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അടിയന്തരമായി മുഖ്യമന്ത്രി അവസാനിപ്പിക്കാമെന്ന് ഇന്നലെ കോടതി വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ നിയമപരമായ
നടപടിയെടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ മുഖ്യമന്ത്രിയുടെ സന്ദേശങ്ങൾ എത്തിയെന്നും വ്യക്തിഗത വിവരങ്ങൾ നിയമവിരുദ്ധമായി ശേഖരിച്ചതിൽ കോടതി ഇടപെടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ നിയമവിരുദ്ധ നടപടിയെ ന്യായീകരിക്കുന്ന ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ മുൻ IT സെക്രട്ടറി ശിവശങ്കറിന്റെ പാതയിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇടത് സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 3 വർഷക്കാലം പൂർത്തിവച്ച ശേഷമാണ് PSCയുടെ പ്രായം കൂട്ടിയെന്ന പ്രഖ്യാപനം നടത്തുന്നത്. പിൻവാതിൽ നിയമനങ്ങളിൽ റെക്കോർഡിട്ട സർക്കാരാണ് ഇപ്പോൾ PSC പ്രായപരിധി കൂട്ടിയതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ഡാറ്റ ആര് മോഷ്ടിച്ചാലും തെറ്റാണെന്നും VD സതീശൻ വ്യക്തമാക്കി. ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ചെയ്യാൻ മടിച്ച കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയാണ്. ആദ്യത്തേത് ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനമാണ്. 2024 ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. ശമ്പള കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ ശുപാർശകൾ നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പുതിയ ഗവൺമെന്റ് വരും. അപ്പൊ അതിന്റെ സാമ്പത്തിക ബാധ്യത മുഴുവൻ പുതിയ ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇപ്പൊ PSC പ്രായപരിധി ഉയർത്തിയിരിക്കുന്നത്. പോകുന്ന പോക്കിലാണ് പ്രായപരിധി ഉയർത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ മുട്ടിലലഞ്ഞു, ടാറിട്ട റോഡിൽ കിടന്നു ഉരുണ്ടു, ഒരുപാട് സമരങ്ങൾ നടത്തി. അവിടെ പലതരത്തിൽ PSC അപ്പോയിന്റ്മെന്റുകളൊന്നും പ്രോപ്പറായിട്ട് ഗവൺമെന്റ് നടത്തിയില്ല. ഹർജി തീർപ്പാക്കുന്നതുവരെ കേരള സ്റ്റോറി 2ാം ഭാഗം റിലീസ് ചെയ്യേണ്ട എന്ന ഹൈക്കോടതി. ഹർജിക്കാരുടെ വാദം അപ്രസക്തമല്ലെന്ന് നിർമ്മാതാക്കളോട് കോടതി പറഞ്ഞു. ചിത്രം കണ്ട് വിലയിരുത്താൻ കോടതിക്കല്ല, സെൻസർ ബോർഡിനാണ് അധികാരമെന്നും നിർമ്മാതാക്കളുടെ വാദത്തോടാണ് കോടതിയുടെ മറുപടി. ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയതിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സംഭവത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം NCERT പുറത്തിറക്കിയ 8ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലാണ് നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതി എന്നൊരു ഭാഗം ഉൾപ്പെടുത്തിയത്. നീതിന്യായ വ്യവസ്ഥയുടെ വിവിധ തലങ്ങളിലെ അഴിമതി, ജഡ്ജിമാരുടെ കുറവ്, സങ്കീർണമായ നിയമ നടപടികൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയ കാരണങ്ങളാൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ എന്നിവയെ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന പ്രധാന വെല്ലുവിളികളായി പുതിയ പാഠഭാഗത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതികളിൽ 81,000 കേസുകളും ഹൈക്കോടതികളിൽ 62,40,000 കേസുകളും ജില്ലാ കോടതികളിലും കീഴ്ക്കോടതികളിലുമായി 4,07,00,000 കേസുകളും കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് പുസ്തകം പറയുന്നത്. നീതി വൈകിയെത്തുന്നത് നീതി നിഷേധമാണെന്ന പരാമർശവുമുണ്ട്. ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടം കോടതിക്കുള്ളിലെ പെരുമാറ്റങ്ങൾക്ക് മാത്രമല്ലെന്നും കോടതിക്ക് പുറത്തെ ഇടപെടലുകൾക്കും ബാധകമാണെന്നും പുസ്തകത്തിൽ പറയുന്നു. നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസം വളർത്താനും സുതാര്യത വർദ്ധിപ്പിക്കാനും സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് സ്ഥിരമായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും അഴിമതികളിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും പുസ്തകത്തിൽ പറയുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതി കടുത്ത വിമർശനം ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരം ജില്ലയിൽ CPMന്റെ സിറ്റിംഗ് MLAമാർ എല്ലാവരും മത്സരിക്കും. ജില്ലാ സെക്രട്ടറി V. ജോയി വർക്കലയിൽ വീണ്ടും ജനവിധി തേടും. ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. പുതിയ ജില്ലാ സെക്രട്ടറി ചുമതലയേൽക്കും. തിരുവനന്തപുരം സെൻട്രൽ, കോവളം മണ്ഡലങ്ങൾ CPM ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 10ഇടത്തും CPMന്റെ സീറ്റുകളാണ്. നെടുമങ്ങാടും ചിറയൻകീഴും CPIയുടെയും കോവളം ജനതാദളിന്റെയും തിരുവനന്തപുരം സെൻട്രൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെയും സീറ്റുകളാണ്. ഇതിൽ CPMന്റെ 10 സീറ്റുകളിൽ സിറ്റിംഗ് MLAമാർ മത്സരിക്കുന്ന കാര്യത്തിൽ വർക്കല, ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ചില ഭിന്നസ്വരങ്ങൾ ഉയർന്നിരുന്നു. ജില്ലാ സെക്രട്ടറി ആയതിനാൽ V. ജോയി വർക്കലയിൽ മത്സരിക്കണമോ എന്നതും, കടകംപള്ളി സുരേന്ദ്രനെതിരായ വികാരം പല കോണുകളിൽ ഉയരുന്നതിനാൽ കഴക്കൂട്ടത്ത് നിൽക്കണമോ എന്നതും, OS അംബികയെ ആറ്റിങ്ങലിൽ മാറ്റണമെന്നതും ജില്ലാ ഘടകത്തിൽ ചർച്ചയായിരുന്നു. ഇതിൽ അന്തിമ ധാരണയിലെത്താനാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നത്. V. ജോയി ഉൾപ്പെടെ 10 പേരും മത്സരിക്കണമെന്ന തീരുമാനമാണ് സെക്രട്ടേറിയറ്റിലുണ്ടായത്. നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. V. ജോയി മത്സരിക്കുന്നതോടെ പുതിയ ജില്ലാ സെക്രട്ടറിയും ചുമതലയേൽക്കും.
ഇതോടൊപ്പം ആന്റണി രാജു മത്സരിക്കാത്തതിനാൽ തിരുവനന്തപുരം സെൻട്രലും ജനതാദളിൽ നിന്ന് കോവളവും ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി. ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് DMKയിൽ ചേർന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായാണ് രമണി വിജയിച്ചത്. 18 വാർഡുള്ള ഉപ്പുതറ പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 8 വീതം അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച രമണി രൂപേഷ് പിന്തുണ നൽകിയതോടെ ഭരണം LDFന് ലഭിച്ചു. കൂടുതൽ ഫണ്ടുകൾ വാർഡിലേക്ക് ലഭ്യമാക്കാനും വാർഡിന്റെയും നാടിന്റെയും വികസനത്തിനുമായാണ് DMKയിൽ ചേർന്നതെന്നും LDFന് പിന്തുണ തുടരുമെന്നും രമണി രൂപേഷ് പറഞ്ഞു. മുന്നണിയിൽ ഉപ്പുതറയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിലുപരി DMKയുടെ CM സ്റ്റാലിനുമായിട്ടുള്ള ആൾക്കാർ എന്നെ വിളിക്കുകയും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനും ഞാൻ നിൽക്കുന്ന വാർഡിനും തനതായ ഫണ്ടുകൾ തരാമെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാമെന്നും അവരെനിക്ക് വാക്ക് തന്നു. അല്ലാതെ എൻ്റെ സ്വയമായ ഒരു വളർച്ചയ്ക്കല്ല ഞാൻ പോയത്. എൻ്റെ വാർഡിൽ എന്നെ ജയിപ്പിച്ച് ഞാനാക്കിയ കുറേ ജനങ്ങളുണ്ട്. അവരോടും ആ വാർഡിലുള്ള എല്ലാവരോടും പഞ്ചായത്തിലെ തനതായ പാവങ്ങളോട് ഒരു നീതി പുലർത്തണം. അതിനുവേണ്ടി സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാരുടെ സമരം 10ാം ദിനത്തിലേക്ക് കടക്കവേ ദുരിതത്തിലായി രോഗികൾ. നാളെ ആരോഗ്യമന്ത്രിയുമായി KGMCTയെ വീണ്ടും ചർച്ച നടത്തും. അതേസമയം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി വിഷയത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ KGMOA നടത്തുന്ന പ്രതിഷേധത്തിലായവർ ആറ്റുകാൽ ഡ്യൂട്ടിയുമായി സഹകരിക്കുമെന്ന് സംഘടന അറിയിച്ചു. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് 7 ദിവസം ആവുകയാണ്. അടിയന്തരമായ ചികിത്സകൾ ഒഴികെ മറ്റുള്ളവ ബഹിഷ്കരിച്ചുള്ള സർക്കാർ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിൽ ദുരിതത്തിലാവുന്നത് സാധാരണക്കാരായ രോഗികളാണ്. 2016 മുതൽ ശമ്പള പരിഷ്കരണ കുടിശ്ശികയും തസ്തികകളുടെ വർധനവും ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാരുടെ സമരം 10ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ ധനമന്ത്രിമാർ KGMCTയുമായി നടത്തിയ ചർച്ചകളിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഡോക്ടർമാർ സമരം ശക്തമാക്കി മുന്നോട്ട് പോകുന്നതിനാൽ വീണ്ടും ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. നാളെ ഡോക്ടർമാരുടെ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തും. അതിനു മുമ്പ് ധനമന്ത്രിയുമായി ആരോഗ്യമന്ത്രി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പരിഹാര നിർദ്ദേശം എങ്ങനെ ഉണ്ടാക്കാം എന്നതിലാണ് മന്ത്രിമാർ ധാരണയിലെത്തുക. അതിനുശേഷം ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കാം എന്നാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ തങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യം അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർമാർ. അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ KGMOA നടത്തിവരുന്ന പ്രതിഷേധ സമരത്തിൽ അയവ് വരികയാണ്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നത്തിലാണ് ജില്ലയിൽ പ്രതിഷേധം. ആറ്റുകാൽ ഡ്യൂട്ടി ബഹിഷ്കരണത്തിൽ നിന്ന് പിന്മാറിയതായി സംഘടന അറിയിച്ചു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ OP ബഹിഷ്കരണവും അവസാനിപ്പിച്ചു. അതേസമയം ഡോക്ടർമാർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രി കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ്. അപകടം തലയ്ക്ക് മേലെ നിന്നിട്ടും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ദിവസേന 100 കണക്കിന് ആളുകൾ എത്തുന്ന ആശുപത്രിയാണ് അധികൃതരുടെ അനാസ്ഥയുടെ നേർചിത്രമായി നിൽക്കുന്നത്. ദിവസേന 100 കണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയുടെ പഴയ OP ടിക്കറ്റ് കൗണ്ടർ കെട്ടിടവും ഓക്സിജൻ പ്ലാന്റിനോട് ചേർന്നുള്ള കെട്ടിടവുമാണ് പൂർണ്ണമായും അപകടാവസ്ഥയിലായത്. ഈ കെട്ടിടങ്ങളുടെ പല ഭാഗങ്ങളും ദ്രവിച്ച് താഴേക്ക് പതിച്ചു. അപകടം പതിയിരിക്കുന്ന കെട്ടിടങ്ങൾ അടിയന്തര പ്രാധാന്യം നൽകി പൊളിച്ചു നീക്കാതെ കെട്ടിടത്തിൽ റിബൺ കെട്ടി ബിൽഡിംഗ് ഉപയോഗശൂന്യമാണെന്ന സ്റ്റിക്കറും പതിച്ച് അധികൃതർ കൈകഴുകുകയാണ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർക്കോ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കോ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം അടിയന്തരമായി പൊളിച്ചുമാറ്റാൻ ഉത്തരവിടാം. അപകടാവസ്ഥയിലുള്ള സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കാൻ മുഖ്യമന്ത്രിയും ദുരന്ത നിവാരണ അതോറിറ്റിയും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആശുപത്രി കെട്ടിടത്തിന്റെ കാര്യത്തിൽ അധികൃതർ നിസ്സംഗത തുടരുകയാണ്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റനില കെട്ടിടങ്ങൾ പ്രായോഗികമല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ആളുകളുടെ തലയിൽ ഓട് വീണ് ഇത് പൊളിച്ചു മാറ്റുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അപകടകരമായി നിൽക്കുന്ന ഇത് പൊളിച്ചു മാറ്റണം എന്നുള്ള ഇത് സർക്കാരിൻ്റെ നയമാണ്. അതങ്ങനെ പൊളിച്ചു മാറ്റാറുണ്ട്. പക്ഷേ ഇവിടെ ആ നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളില്ല എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ പ്രത്യേകത. ആശുപത്രി പോലൊരു പൊതുയിടത്ത് ഇത്തരം അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ സീലിംഗ് അടക്കം പൊളിഞ്ഞു വീഴുന്ന കെട്ടിടം വലിയ ദുരന്തത്തിനും കാരണമായേക്കാം. അമൃത ന്യൂസ്, ഇടുക്കി.
കോഴിക്കോട് മുക്കത്ത് അൺഫിറ്റായതും 7 മാസം മുൻപ് നഗരസഭാ സെക്രട്ടറി പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയതുമായ കെട്ടിടം ഇപ്പോഴും പൊളിച്ചുമാറ്റാതെ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് നിൽക്കുന്ന കെട്ടിടമാണ് നോട്ടീസ് ലഭിച്ചിട്ടും പൊളിച്ചുമാറ്റാത്തത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തുന്ന നിരവധി രോഗികൾ വിവിധ ടെസ്റ്റുകൾക്കായി ആശ്രയിക്കുന്ന ലാബിന്റെയും രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കെട്ടിടത്തിന്റെയും CHCയുടെ ഓഫീസ് കെട്ടിടത്തിന്റെയും നടുവിലായാണ് അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടമുള്ളത്. നിത്യേന 100 കണക്കിന് രോഗികൾ എത്തുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് കെട്ടിടത്തിന് നോട്ടീസ് നൽകി 7 മാസം കഴിഞ്ഞിട്ടും പൊളിച്ചു മാറ്റിയിട്ടില്ല. കെട്ടിടത്തിൽ ചോർച്ച ഉണ്ടായതോടെ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കെട്ടിടത്തിന്റെ സ്ലാബുകൾക്കും ചുമരുകൾക്കും വിള്ളലുണ്ടെന്ന് കണ്ടെത്തിയത്. കെട്ടിടം അൺഫിറ്റ് ആണെന്ന് നഗരസഭാ സെക്രട്ടറി നോട്ടീസും നൽകിയിരുന്നു. കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ എടുത്തു മാറ്റാനും അപകടങ്ങൾ ഒഴിവാക്കാൻ കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റാനുമാണ് നോട്ടീസിൽ പറയുന്നത്. എന്നാൽ കിട്ടിയ നോട്ടീസ് കെട്ടിടത്തിന്റെ വാതിലിൽ പതിക്കുകയും എക്സ്റേ യൂണിറ്റ് അഴിച്ച് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയും മാത്രമാണ് ചെയ്തത്. ബിൽഡിംഗ് ഇപ്പോഴും വളരെ ഭീഷണിയായിട്ട് പൊതുജനങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉടൻ കാണണം. അത് കോഴിക്കോടൊക്കെ ഇതുപോലത്തെ പല ദാരുണ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുക്കത്തും ഇത് ആവർത്തിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഇത് ഉടൻ പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 7 മാസത്തോളം എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കാത്തതിനാൽ ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾ വലിയ പണം ചെലവഴിച്ച് തൊട്ടടുത്ത സ്വകാര്യ എക്സ്റേ യൂണിറ്റുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലുമാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന രോഗികൾ വലിയ ഇരട്ടി ചാർജ് കൊടുത്തിട്ട് പുറത്തു പോയിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നാണ് എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ലാഭം ഇവർക്ക് കിട്ടുന്നുണ്ടുള്ള കാര്യം ഇതിന്ന് വ്യക്തമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് പ്രവർത്തിക്കണം. പൊതുജനങ്ങൾക്ക് വേണ്ട രീതിയിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കണം. അതല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. വലിയൊരു അപകടം ഉണ്ടാവുന്നതിന് മുൻപ് കെട്ടിടത്തിലെ എക്സ്റേ യൂണിറ്റ് മാറ്റി സ്ഥാപിച്ച് കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് രോഗികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഗോപു നന്ദിലത്ത് G-Martന്റെ 63ാമത് ഹൈടെക് ഷോറൂമിന് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തുടക്കം. വാർഡ് കൗൺസിലർ സുദേവൻ നായർ, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഡിസ്കൗണ്ടും നന്ദിലത്ത് ഗ്രൂപ്പ് ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് G-Martന്റെ 63ാമത് ഷോറൂമാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഗോപു നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, വാർഡ് കൗൺസിലർ സുദേവൻ നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച ഹൈടെക് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പുതിയ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചാണ് കഴക്കൂട്ടത്തെ ഷോറൂം ഒരുക്കിയിരിക്കുന്നതെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് പറഞ്ഞു. ഗോപുനന്ദ G-Martനെ സംബന്ധിച്ചോളം 41 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഗോപുനന്ദ G-Mart. നമ്മൾ എല്ലാ കാലഘട്ടത്തിനനുസരിച്ചും മാറ്റങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് ഗോപുനന്ദ G-Mart. ഇന്ന് പുതിയ ടെക്നോളജിയായ AI ടെക്നോളജിയുടെ വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് ഗോപുനന്ദ G-Mart സ്ഥാപനത്തെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം AI യുഗമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ AI യുഗത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറുന്ന സ്ഥാപനമായി ഗോപുനന്ദ G-Mart ഈ 41 വർഷം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ചൈത്രയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ സഹകരണമാണ് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ വിജയമെന്ന് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് പറഞ്ഞു. ഒരു തലസ്ഥാന നഗരത്ത് ഇങ്ങനെ ഒരു ഷോറൂം, ഞങ്ങൾക്ക് 5ാമത്തെ ഷോറൂം തുടങ്ങാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും കസ്റ്റമർ ബേസ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ഞങ്ങൾക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അത്രയും ഞങ്ങളുടെ കരമന ഷോറൂമായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 5ാമത്തെ ഷോറൂമിലേക്ക് നിൽക്കുമ്പോൾ വളരെയധികം കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ യാത്ര ഞങ്ങൾക്ക് തുടരാൻ പറ്റിയത്. പ്രമുഖ ഗൃഹോപകരണ കമ്പനികളായ LG, സാംസങ്, സോണി, വേൾപൂൾ, ഗോദ്രേജ്, പാനസോണിക് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ ഉപകരണങ്ങളും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പ് തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് നന്ദിലത്ത് ഹൈടെക് ഷോറൂമിന്റെ പ്രത്യേകത. ഇതിനു പുറമെ ക്രെഡിറ്റ് കാർഡ് പർച്ചേസിനും ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങൾ, പലിശരഹിത EMI, ഫിനാൻസ് സ്കീമുകളും കഴക്കൂട്ടം നന്ദിലത്ത് ഷോറൂമിൽ ലഭ്യമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 3 പ്രതികളെ ഇന്ന് വീണ്ടും റിമാൻഡ് ചെയ്തു. തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. അതേസമയം പങ്കജ് ഭണ്ഡാരിക്ക് ചെന്നൈയിൽ ചികിത്സ വേണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തു. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky.
കായിക വാർത്തകൾ നോക്കാം. T20 ലോകകപ്പിൽ സൂപ്പർ 8 ഇന്ന് ശ്രീലങ്ക ന്യൂസിലൻഡ് പോരാട്ടം 7 മണി മുതൽ കൊളംബോയിലാണ് മത്സരം ഇരു ടീമുകൾക്കും അതീവ നിർണായകമാണ്. സെമി ഫൈനൽ സാധ്യത നിലനിർത്താൻ ഇരുവർക്കും വിജയം അനിവാര്യം. ശ്രീലങ്ക ഇംഗ്ലണ്ടിനോട് തോറ്റും ന്യൂസിലൻഡ് പാകിസ്ഥാനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചും 1 പോയിന്റുമായി നിൽക്കുകയാണ്. സൂപ്പർ 8 ഗ്രൂപ്പ് 2 ഈ മത്സരം തോൽക്കുന്നവർക്ക് സെമി സാധ്യത മങ്ങും.